ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് നമുക്കിന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1.5 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കാം. ഫ്രൈയിങ് പാനിൽ തന്നെയാണ് ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം മൊത്തം വറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. വേറൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അഴറ്റിയെടുക്കുന്ന പാടൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റാണിത്. നല്ല ടേസ്റ്റി റെസിപ്പി കൂടിയാണിത്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു എക്സലൻറ്റ് സൈഡ് ഡിഷാണിത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.